ദൂരസ്ഥനായിമേവും പരന്റെ മലരൊത്ത പാദങ്ങൾ വാണിടുക. മലരൊത്ത പാദങ്ങൾ വാണിടുക. പാദങ്ങൾ വാണിടുക. നാമ ശിവായ വാഴ്ക. നാഥന്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുറം തിരിഞ്ഞോർക്ക് എന്നും ദൂരസ്ഥനായി മേവും പരൻ്റെ മലരൊത്ത പാദങ്ങൾ വണിയിടുക. പുറം തിരിഞ്ഞവർക്ക് എന്നും ദൂരസ്ഥനായി മേവും ഭഗവാൻ. അപ്പോൾ പുറംതിരിഞ്ഞവർക്ക്, അതായത് ഭക്തിയില്ലാത്തവർക്ക്, ശിവഭക്തിയില്ലാത്തവരോട് ശിവന് ഒരു അടുപ്പവുമില്ല. പുറംതിരിഞ്ഞു നിൽക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ളവർക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നവനാണ് ഭഗവാൻ. അതായത് ശിവഭക്തന്മാരെ മാത്രമേ ഭഗവാൻ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുന്നവർക്ക് ശിവഭഗവാനെ ഒട്ടും ശ്രദ്ധിക്കാതെ അവഗണിക്കുന്നവരെ ശിവൻ ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ ശിവശ്രദ്ധ കിട്ടണമെങ്കിൽ ശിവഭജനം നടത്തുക തന്നെ വേണം. അതാണ് ഇവിടെ പറയുന്നത്. ശിവഭജനത്തിലൂടെയല്ലാതെ ശിവപൂജയിലല്ലാതെ ശിവനെ ഒരിക്കലും പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ക്ഷിപ്രപ്രസാദിയായ ശിവൻ ശിവപൂജയിലൂടെ വളരെ പെട്ടെന്ന് സാധകൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. സാധകന് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയും. അതേസമയം ശിവനെ അവഗണിക്കുന്നവർക്ക്, ശിവനെ ഭജിക്കാത്തവർക്ക് ഒരിക്കലും ശിവൻ അനുകൂലമായി നിൽക്കാറില്ല. ശിവൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ശിവപൂജ നടത്തുക തന്നെ വേണം. പിന്നെ നോക്കൂ, അതേപോലെ ദൂരസ്ഥനായി മേവുന്ന ശിവൻ ശിവഭക്തൻ്റെ മുമ്പിൽ എങ്ങനെയാണ്? മലരൊത്ത പാദങ്ങൾ കാണിച്ചു നിൽക്കും. ശിവപൂജ ചെയ്യുന്നവർ, ശിവൻ്റെ ഭക്തന്മാർ, അവരെ ശിവൻ എപ്പോഴും കാത്തുരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ശിവഭജനം കൊണ്ട് മാത്രമേ ശിവപ്രീതി നേടാൻ കഴിയൂ എന്നാണ് ഇവിടെ പറയുന്നത്. ശിവപ്രീതി ഇല്ലാത്തവരോട് ഒരിക്കലും ഭഗവാൻ അനുകൂല ഭാവം പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ ശിവപൂജയിലൂടെയാണ് ഒരു സാധകൻ്റെ മുമ്പിൽ ശിവൻ്റെ കാലിണകൾ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഈ കഥകൾ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു സംഭവം ശിവപുരാണത്തിൽ വിവരിക്കുന്നുണ്ട്. ഭദ്രൻ എന്ന് പറഞ്ഞ ഒരു കവിയുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് സ്വർണഫലകം ദാനം ചെയ്ത കഥ അഗസ്ത്യൻ വിവരിക്കുന്നുണ്ട്. അഗസ്ത്യൻ മുനിമാരോട് പറയാണ്, ഭദ്രൻ എന്നൊരു കവി ഉണ്ടായിരുന്നു. ആ കവി അനേകം സമ്പത്തുകൾ സ്വരുക്കൂട്ടിയിരുന്നു. കവിത എഴുതി ശിവനെ പൂജിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ശത്രുക്കൾ നിറഞ്ഞു. ഈ ഭദ്രൻ എന്ന കവിക്ക് ഒരുപാട് ശത്രുക്കൾ നിറഞ്ഞു. അവരെല്ലാം ഭദ്രൻ്റെ ശിവപൂജയെ നിന്ദിക്കുകയും ശിവനിൻ്റെ കുറിച്ച് എഴുതുന്ന കവിതകളെ നിന്ദിക്കുകയും എല്ലാം ചെയ്തു വന്നിരുന്നു. അങ്ങനെ ഭദ്രൻ എന്ന കവി വളരെ ദരിദ്രനായി. എന്നിട്ടും ശിവപൂജ മുടക്കിയിരുന്നില്ല. അങ്ങനെ ശിവപൂജ മുടക്കാതെ ഇദ്ദേഹം നിരന്തരം
ഭജനം നടത്തിക്കൊണ്ടിരുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള പൂജയും അദ്ദേഹം എപ്പോഴും ചെയ്യുമായിരുന്നു. അതിൻ്റെ പേര് ഭോഗാംഗ പൂജ എന്നാണ്. ഭോഗ അംഗ പൂജ ചെയ്തുകൊണ്ട് എപ്പോഴും ശിവനെ ഭജിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ പൂജാ സമയത്ത് അദ്ദേഹം ശിവകീർത്തനങ്ങൾ നിരന്തരം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അവസാനം ഈ ശിവകീർത്തനങ്ങളിൽ പ്രീതനായി ശിവഭഗവാൻ ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കളെയെല്ലാം തന്നെ പരാജയപ്പെടുത്തുകയും അവസാനം ഈ ഭദ്രൻ എന്ന കവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് ഒരു സ്വർണ്ണഫലകം അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഈ സ്വർണ്ണഫലകം കിട്ടിയതോടുകൂടി ജനങ്ങളെല്ലാം അത്ഭുതപ്പെടാൻ തുടങ്ങി. ഈശ്വരനിൽ നിന്ന്, ഭഗവാൻ ശിവനിൽ നിന്ന് സ്വർണ്ണഫലകം അങ്ങേക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് പൂർവാധികം ജനങ്ങൾ അദ്ദേഹത്തെ വന്നു കണ്ട് ശിവനായി തന്നെ ആരാധിക്കാനും തുടങ്ങി. ഈ രംഗം നമ്മുടെ രാജാവ് അറിയുന്നുണ്ട്. ആ രാജാവ് ഇതറിഞ്ഞിട്ട് ഭദ്രനെ ക്ഷണിച്ചു വരുത്തുന്നു. ആ രാജാവിൻ്റെ പേര് വരഗുണ പാണ്ഡ്യൻ എന്നാണ്. ആ വരഗുണ പാണ്ഡ്യൻ ഭദ്രനെ സ്വഗ്രഹത്തിലേക്ക് വിളിച്ച് വരുത്തി ഭഗവാൻ നൽകിയ പലകയെ അദ്ദേഹം നേരിൽ ദർശിച്ചു. രാജാവ് ഭദ്രനെ സാക്ഷാൽ സുന്ദരേശനായി കണ്ട് ദർശിച്ചു. ധനം, ധാന്യം മുതലായ സമ്പൂർണമായ ദേശങ്ങളെ സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഭദ്ര, സുന്ദരേശനിൽ ഭക്തി നിന്നോളം വേറെ ആർക്കുമില്ല. പശു തൻ്റെ കിടാവിൻ്റെ പുറകെ പോകുന്നത് പോലെ ഭക്തവത്സലനായ സുന്ദരേശൻ നിൻ്റെ പുറകെ തന്നെ നടക്കുന്നു. ഇത്തരത്തിലുള്ളൊരു ദിവ്യഫലകം നിനക്കല്ലാതെ മറ്റാർക്കാണ് ലഭിക്കുക? ഭക്തനും ഈശ്വരനും രണ്ടല്ലെന്ന് വേദം, പുരാണം മുതലായവയിൽ പറയുന്നു. അതുകൊണ്ട് പരമേശ്വര ഭക്തരെ പൂജിക്കുകയാണെങ്കിൽ സർവ പാപങ്ങളും നശിച്ചു പോകും. ഇന്ന് ഞാൻ നിന്നെ പൂജിച്ചതുകൊണ്ട് എൻ്റെ സർവ പാപങ്ങളും നശിച്ച് ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു. രാജാവ് പിന്നെയും പിന്നെയും ഭദ്രനെ പ്രശംസിച്ചു. അനന്തരം ഭദ്രൻ സ്വഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോയി. അർത്ഥികൾക്ക് അഭിഷ്ടദാനങ്ങൾ ചെയ്ത് സുന്ദരേശനെയും ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം സുഖമായി കഴിഞ്ഞു. ഭഗവാന്റെ ഭക്തവാത്സല്യത്തെയും ഭദ്രൻ്റെ ഭക്തിയെയും കണ്ട് ജനങ്ങൾ അത്ഭുതമെന്ന് പറഞ്ഞുകൊണ്ട് സുന്ദരേശനെ തന്നെ സേവിച്ചു കഴിഞ്ഞു. ചന്ദ്രോദയത്തിനനുസരിച്ച് സാഗരത്തിൽ നിന്നും തിരമാലകൾ ഉയരുന്നത് പോലെ സുന്ദരേശൻ്റെ പ്രസാദം കൊണ്ട് ഭദ്രൻ്റെ ധനം നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. ഹാലാസ്യനാഥനെ സേവിക്കുന്നവർക്ക് ഒരു കാലത്തും ദുഃഖമുണ്ടാകുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. ആയുസ്, ആരോഗ്യം, സമ്പത്ത് മുതലായവ നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. മാത്രമല്ല ദേഹാവസാനത്തിൽ മുക്തിയെയും ലഭിക്കും. അങ്ങനെ ആ ഭക്തന് ശിവലോകത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇത് മലയാള തർജ്ജമ ചെയ്ത തിരുവല്ലം ഭാസ്കരൻ നായർ ഇങ്ങനെയാണ് പറയുന്നത്: കാരുണ്യം വെടിഞ്ഞോർക്ക് ദൂതനാം ശിവൻ വാഴുക. കാരുണ്യം വെടിഞ്ഞോർക്ക് ദൂരനാം ശിവൻ വാഴുക. കാരുണ്യമില്ലാത്തവർക്ക്, ശിവഭക്തിയില്ലാത്തവർക്ക് ശിവൻ ദൂരസ്ഥനാണ്. കുമ്പിടുന്നവർക്ക് കീർത്തി ചൊരിയും നാഥൻ വാഴുക. കുമ്പിടുന്നവർക്ക് കീർത്തി ചൊരിയും നാഥൻ വാഴുക. കുമ്പിടുന്നവർക്ക്, ശിവനെ പൂജിക്കുന്നവർക്ക്, ശിവനെ ഭജിക്കുന്നവർക്ക് കീർത്തി ചൊരിയും നാഥൻ വാഴുക. ഇതാണ് തിരുവല്ലം ഭാസ്കരൻ നായർ തിരുവാചകത്തിന് ഈ 2 വരികൾ തർജ്ജമയായി കൊടുത്തിരിക്കുന്നത്. അതേസമയം മഹാകവി ഉള്ളൂരിൻ്റെ പൗത്രൻ ഉള്ളൂർ എം പരമേശ്വരൻ തിരുവാചകം മലയാളത്തിലേക്ക് അതിമനോഹരമായി തർജ്ജമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തർജ്ജമയാണ് കൂടുതൽ സൗന്ദര്യമുള്ളത്.
പുറംതിരിഞ്ഞോർക്കെന്നും ദൂരസ്ഥനായി മേവും പരൻ്റെ മലരൊത്ത പാദങ്ങൾ വാണിയിടുക. തിരുവാചകത്തോട് അടുത്ത് നിൽക്കുന്ന തർജ്ജിമ ഉള്ളൂർ എം പരമേശ്വരൻ്റെ തിരുവാചകം തർജ്ജിമയാണ്. അപ്പോൾ ഈ രണ്ട് തർജ്ജിമകളെയാണ്, അതായത് തിരുവല്ലം ഭാസ്കരൻ നായരുടെ തർജ്ജിമയും അതേപോലെ മഹാകവി ഉള്ളൂരിൻ്റെ പൗത്രൻ ഉള്ളൂർ എം പരമേശ്വരൻ നടത്തിയ തർജ്ജിമയുമാണ് നാം ഇവിടെ പഠനത്തിന് വിധേയമാക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഇവിടെ ഉള്ളൂർ എം പരമേശ്വരൻ്റെ തർജ്ജിമ കൂടുതൽ നന്നായിരിക്കുന്നു. അതുകൊണ്ട് പല ഭാഗത്തും ഉള്ളൂർ എം പരമേശ്വരൻ്റെ തർജ്ജിമയായിരിക്കും ഇനി മുതൽ ഉപയോഗിക്കുക. ചില ഭാഗങ്ങളിൽ തിരുവല്ലം ഭാസ്കരൻ നായരുടെ തർജ്ജിമയും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. കാരുണ്യം വെടിഞ്ഞോർക്ക് ദൂരനാം ശിവൻ വാഴുക, കുമ്പിടുന്നവർക്ക് കീർത്തി ചൊരിയും നാഥൻ വാഴുക. അപ്പോൾ കുമ്പിടുന്നവർക്ക്, ശിവനെ ഭജിക്കുന്നവർക്ക് പരൻ്റെ മലരൊത്ത പാദങ്ങൾ കാണാൻ കഴിയും. അതാണ് ഭദ്രൻ്റെ കഥയിലൂടെ നാം കാണുന്നത്. അപ്പോൾ ഭദ്രന് സ്വർണ്ണഫലകം, വില പിടിച്ച നവരത്നങ്ങൾ പതിച്ച ആ സ്വർണ്ണഫലകം നൽകാൻ ഭഗവാൻ ഒട്ടും അമാന്തിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം ധനസമർത്ഥമായി തീർന്നു എന്ന് നാം കാണുന്നു. ഇതാണ് ശിവപുരാണത്തിലെ ഭദ്രൻ്റെ ഫലകദാന കഥയിലൂടെ വിവരിക്കപ്പെടുന്ന സംഭവം. ഓം ശിവായ നമഃ.